ഗൈസ്, അപ്പോൾ ഞാൻ ഇന്നൊരു കുട്ടി റിവ്യൂ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഞാൻ ആമസോണിൽ നിന്ന് ഒരു സംഭവം മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളെ കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചു. വേറൊന്നുമല്ല, അഗാറോൻ്റെ വോളിയമൈസർ ബ്രഷും ഹെയർ ഡ്രയറും ആണ്. ഇത് ഞാൻ ഓൾറെഡി പൊട്ടിച്ച് വെച്ചതായിരുന്നു. പിന്നെ നിങ്ങളെയും കൂടെ കാണിക്കാമെന്ന് ഞാൻ അപ്പോൾ ഓർത്ത്. പിന്നെ ഞാൻ പാക്കറ്റൊക്കെ അടച്ചു വെച്ച് ഞാൻ ഒന്നും കൂടെ തുറന്ന് നോക്കുന്ന ഒരു പ്രഹസനമാണ് ഗൈസ് കാണുന്നത്. ഞാൻ തുറന്ന് നോക്കിയപ്പോൾ ആദ്യം തന്നെ എനിക്കൊരു ഗ്ലൗസാണ് കിട്ടിയത്. ഞാൻ പൊട്ടിക്കാൻ ഒരുപാട് കഷ്ടപ്പെട്ടു. ഇത് എങ്ങനെ എവിടെ നിന്ന് തുറക്കുമെന്ന് അറിയാണ്ട് ലാസ്റ്റ് ഞാൻ തുറന്ന് കയ്യിലിട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല ബോറായിട്ടുണ്ടായിരുന്നു. സംഭവം പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് തന്നതാണെങ്കിലും ഞാനിത് യൂസ് ചെയ്യാൻ പോകുന്നില്ല കേട്ടോ. അങ്ങനെ ഗ്ലൗസിൻ്റെ പ്രശ്നം എല്ലാം കഴിഞ്ഞ് ഞാൻ അടുത്ത് ഓപ്പൺ ചെയ്ത് ഹെയർ ഡ്രയർ ആണ്. ഇതെനിക്ക് ഭയങ്കര ക്യൂട്ടായിട്ട് തോന്നി ഈ സാധനം. പക്ഷേ മുടിയിൽ വർക്ക് ചെയ്യുമെന്ന് ദൈവത്തിനറിയാം. ഇത് ഞാൻ ട്രൈ ചെയ്തില്ല. അടുത്തായിട്ട് ഞാൻ ആ പെട്ടിക്കകത്ത് പൊക്കിയെടുക്കുന്ന ഹെയർ വോളിയമൈസർ ബ്രഷാണ്. ഈ കുന്ത്രാണ്ടത്തിൻ്റെ പേര് പറയാൻ ഭയങ്കര കഷ്ടപ്പാടാണെങ്കിലും സാധനം കാണാൻ കൊള്ളാം കേട്ടോ. അങ്ങനെ അത് നോക്കിക്കൊണ്ടിരുന്നപ്പോഴാണ് എനിക്ക് മുടി കിട്ടിയത് ഗൈസ്. വേറെ ആരുടെ അല്ല, എൻ്റെ അമ്മയുടെ മുടിയാണ്. ഞാൻ അമ്മയുടെ മുടി ട്രൈ ചെയ്തിട്ടാണ് നിങ്ങൾക്ക് റിവ്യൂ ഇടുന്നത്. അടുത്ത് ഞാൻ ആ പൊക്കിയെടുക്കുന്ന സാധനത്തിൻ്റെ പേര് എനിക്കറിയത്തില്ല. പക്ഷേ മറ്റേത് രണ്ടും പ്രവർത്തിക്കണമെങ്കിൽ ഈ സാധനം ഇല്ലാതെ നടക്കില്ല എന്നറിയാം. വെയ്റ്റ്ലെസ് ആണ് സാധനം. അതുകൊണ്ട് തന്നെ നമുക്ക് കൈ കുറേ നേരം ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അങ്ങനെ കൈവേദനയൊന്നും ഉണ്ടാവില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അഗാറോ എന്നൊക്കെ പറഞ്ഞ് പേരൊക്കെ താഴെ കൊടുത്തിട്ടുണ്ട്. ആദ്യമായിട്ട് ഞാൻ ഹെയർ ഡ്രയറാണ് വെക്കാൻ പോകുന്നത്. ഈ സംഭവം പക്ഷേ ഇതെങ്ങനെ വെക്കുന്നതെന്നൊക്കെ ഭയങ്കര പാടുപെട്ട് ഞാൻ തപ്പിയും തടഞ്ഞ് ലാസ്റ്റ് വെക്കുകയാണ് ഗൈസ്. വെച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് പെട്ടെന്ന് ഇത് ലോക്കാകുമ്പോൾ അറിയാൻ പറ്റും കേട്ടോ. ഇതേ കണ്ടില്ലേ, ഇത് ലോക്കായെന്നും അൺലോക്കായെന്നും കാണാൻ വേണ്ടിയിട്ട് ഇതിൽ നമുക്ക് അവർ ഒരു ഇൻഡിക്കേറ്റർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇത് ലോക്കാക്കി എപ്പോഴും യൂസ് ചെയ്യാൻ ശ്രമിക്കുക. ഇതിൻ്റെ താഴെയായിട്ട് ഹീറ്റും സ്പീഡും കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നോബ് കൊടുത്തിട്ടുണ്ട്. അത് നമ്മുടെ യൂസ് അനുസരിച്ച് ആ നോബ് സെറ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഞാൻ ആ നോബ് ലോ സ്പീഡിലേക്ക് സെറ്റ് ചെയ്തിട്ട് എൻ്റെ മുടി ഉണക്കാൻ നോക്കുകയാണ്. അപ്പോൾ ചൂടൊക്കെ ടെസ്റ്റ് ചെയ്ത് നോക്കുന്ന പ്രശ്നമാണ് നിങ്ങൾ കാണുന്നത്. എൻ്റെ മുടി ഓൾറെഡി ഉണങ്ങിയതായതുകൊണ്ട് വലിയ പ്രയോജനമൊന്നുമില്ല. പക്ഷേ പറയാതിരിക്കാൻ വയ്യ, നല്ല കാറ്റുണ്ട് കേട്ടോ. സംഭവം ലോ മോഡിൽ സെറ്റ് ചെയ്തിരിക്കുന്നതുകൊണ്ട് അത്യാവശ്യം നല്ല കാറ്റും ഉണ്ട്, ചൂടും ഇല്ല. അപ്പോൾ ഞാൻ ഈ കാറ്റൊക്കെ കൊണ്ട് സുഖം പിടിച്ചിരിക്കുന്ന സീനാണ് ഈ കാണുന്നത് കേട്ടോ. മുടിയൊക്കെ ഉണക്കുന്നതിൻ്റെ പ്രശ്നമൊക്കെ കഴിഞ്ഞ് ഞാൻ ഈ സാധനം ഊരാൻ നോക്കിയിട്ട് എനിക്ക് ഊരാൻ പറ്റിയില്ല. ഞാൻ സംഭവം കുറേയൊക്കെ അമർത്തി പിടിച്ചൊക്കെ തുറക്കാൻ നോക്കി, പക്ഷെ പറ്റിയില്ല. അവസാനം ഞാൻ ആ സത്യം മനസ്സിലാക്കി. ഇതിൻ്റെ പുറകിലൊരു ചെറിയ നോബുണ്ട്. ആ നോബ് താഴത്തോട്ടാക്കി ഒന്ന് കറക്കിയെടുത്താൽ മതി, സാധനം നമ്മുടെ കയ്യിരിക്കും. അതിനുശേഷം ഞാൻ ആ വോളിയമൈസർ അതിലേക്ക് അറ്റാച്ച് ചെയ്യുന്ന സീനാണ് കാണുന്നത്. കുറേയൊക്കെ ഊരിയെടുത്ത് പഠിക്കുകയാണ്. ലാസ്റ്റ് ഞാനൊരു പ്രോ ആയി. ഇത് ഞാൻ ഊരാനും എടുക്കാനും പഠിച്ചു ഗൈസ്. അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ സ്പീഡൊക്കെ ഒന്ന് നോക്കുകയാണ്. വലുതിൽ നിന്ന് ചെറുതിലേക്കും ചെറുതിൽ നിന്ന് വലുതിലേക്കും കറക്കിയും തിരിച്ചുമൊക്കെ നോക്കി. പക്ഷേ ഇതിൻ്റെ സൗണ്ട് എനിക്ക് ഇഷ്ടമായില്ല. ഭയങ്കര ബഹളം പിടിച്ചുള്ള പരിപാടിയാണിത്. ബില്ലിലൊക്കെ ചെന്ന് പൊടിപ്പിക്കാൻ നിൽക്കുമ്പോൾ ഉള്ള ഫീലാണ് എനിക്ക് തോന്നിയത്. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ മുടിയൊക്കെ രണ്ട് സൈഡിലും സെറ്റ് ചെയ്തിട്ടു. അങ്ങനെ ഞാൻ ഈ കുന്ത്രാണ്ടം എൻ്റെ മുടിയിലേക്ക് എടുത്ത് വെച്ച് ടെസ്റ്റ് ചെയ്ത് തുടങ്ങി. ടെസ്റ്റ് ചെയ്തിട്ട് എനിക്ക് വലിയ കുഴപ്പമൊന്നും തോന്നിയില്ല. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഇഷ്ടപ്പെട്ടു. കാരണം ഇതെനിക്ക് ഭയങ്കര കംഫർട്ടബിളായിട്ട് തോന്നി. എൻ്റെ മുടിയിൽ നോർമൽ നമ്മളൊരു ചീപ്പിട്ട് ചെയ്യുന്ന ഒരു ഫീലായിരുന്നു എനിക്ക്. നല്ലപോലെ ഞാൻ ചീവി കൊടുത്തു. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം അതിൻ്റെ ഡിഫറൻസ്. എൻ്റെ ഇപ്പുറത്തെ മുടി കുറച്ച് വേവി ആയിട്ടാണ് കിടക്കുന്നത്, പക്ഷേ ഇപ്പുറത്തെ സൈഡ് സ്ട്രെയിറ്റ് ആയിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ സംഭവം എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു. നോർമൽ സ്ട്രെയിറ്റ്നർ യൂസ് ചെയ്യുന്ന സമയത്ത് സമയം എടുക്കുന്ന പരിപാടിയാണ്, ഭയങ്കര ചടങ്ങ് പിടിച്ച പരിപാടിയാണ്. പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് കാര്യം തീർക്കാം കേട്ടോ. അപ്പോൾ എൻ്റെ മുടിയൊക്കെ ഞാൻ സെറ്റ് ചെയ്തിട്ട് കൊടുത്തു. അപ്പോൾ ഇതാണ് എൻ്റെ മുടിയുടെ ഫൈനൽ ലുക്ക്. അപ്പോൾ നിങ്ങൾക്ക് സാധനം ഇഷ്ടമായെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ ലിങ്ക് കൊടുത്തേക്കാം. അപ്പോൾ ഓക്കെ, ടാറ്റാ.